Hey guys, welcome to my YouTube channel. ആ ദിവസം ഞാൻ വലിയ ആക്റ്റീവ് ആയിരിക്കില്ല. പാർട്ടിസിപ്പേഷൻ ഇസ് ദ ബെസ്റ്റ് തിങ്. കുട്ടി വലുതായിട്ടില്ല കേട്ടോ, പക്ഷെ ഇത് പാർക്കല്ല, ഷുഗർക്കട്ടാണ്. പക്ഷെ മിസ് കാലിക്കറ്റ് ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ആരും ഇല്ലായിരുന്നു. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് മാത്രം ഉണ്ടായിരുന്നു. 4ാമത്തെ മുട്ട എനിക്ക് ഇറക്കാൻ പറ്റുന്നില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഞാനൊരു ബന്ധമില്ലാത്ത ഒരു സ്ഥലത്താണ്, ഞാൻ അധികം താല്പര്യം പ്രകടിപ്പിക്കാത്തൊരു സ്ഥലത്താണ് ഇന്നത്തെ എൻ്റെ വ്ളോഗുള്ളത്. ആ ദിവസം ഞാൻ വലിയ ആക്റ്റീവ് ആയിരിക്കില്ല, കാരണം എനിക്കൊന്നും ചെയ്യാനില്ല എന്നൊരു മെൻറ്റാലിറ്റി ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എനിക്ക്. ഏകദേശം ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നല്ല ഒരു പ്രകൃതി രമണീയമായ ഏതോ ഒരു നല്ല പാർക്കിലൊക്കെ വന്നൊരു ഫീലാണ്. പക്ഷെ ഇത് പാർക്കല്ല, ഇതൊരു സ്റ്റേഡിയമാണ്. ട്രെയിനി ആയിട്ട് സ്കൂളിൽ ജോയിൻ ചെയ്തതിന് ശേഷം പുതിയ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് സ്പോർട്സ് ഡ്യൂട്ടിയാണ് കിട്ടിയത്. സ്പോർട്സ് ഡ്യൂട്ടി എന്ന് കേട്ടപ്പോൾ തന്നെ ഞാനിങ്ങനെ അയ്യോ വെയിൽ കൊള്ളണ്ടേ എന്നൊരു മടിയായിരുന്നു. പക്ഷേ ഇന്നത്തെ എനിക്കൊരു സമാധാനം എന്ന് പറയുന്നത് ഇൻഡോർ സ്റ്റേഡിയമാണ്. അപ്പോൾ ഇങ്ങനെ വൈബായിരിക്കുമല്ലോ, വെയിലൊന്നും കൊള്ളണ്ട. സത്യം പറഞ്ഞാൽ യോഗയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ യോഗ 2 ദിവസം ചെയ്യും. സൂര്യ നമസ്കാരം 2 ഏതെങ്കിലും സ്റ്റെപ്പ് ചെയ്തിട്ടാണ് നോക്കും. നല്ല സ്പേസ്. എനിക്കൊന്ന് വടകര ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. വേറെ ഇത്രയും എല്ലാതും ഉള്ളത് മാർഷൽ ആർട്സും യോഗയും ജിമ്മും ടെറഫും സ്റ്റേഡിയം ഒക്കെ ഉള്ള സ്ഥലം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഇങ്ങനൊരു സ്റ്റേഡിയത്തിൻ്റെ എഫക്റ്റ് അല്ല, ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു സ്ഥലമാണ്. ഈ ജിമ്മൊക്കെ കഴിഞ്ഞ് നമുക്ക് വെറുതെ റെസ്റ്റ് എടുക്കാനൊക്കെ ഇവർക്ക് ഭയങ്കര രസമാണ്. ഞാൻ ആദ്യം ഇങ്ങോട്ട് വന്ന സമയത്ത് തന്നെ കുട്ടികളുടെ ബാഡ്മിൻ്റൺ ഉച്ചയ്ക്ക് ശേഷം എപ്പോഴാണെന്നൊരു പിടുത്തമില്ല. അപ്പോൾ ഞാനിങ്ങനെ അയ്യോ ബോറടിച്ചിരിക്കണല്ലോ, എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇവിടെ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഞങ്ങൾക്ക് തന്നെയാണ് ഞാനും കുട്ടികളും കൂടെ ഇങ്ങനെ ഓരോ സ്ഥലം എനിക്കിങ്ങനെ പരിചയപ്പെടുത്തി തരാണ്, ഇതാണ് എന്നുള്ളത്. അപ്പം നൈസ്. ഷുഗർക്കട്ടാണ്. പക്ഷേ ഇന്നത്തെ തീയതി തിങ്കളാഴ്ച അല്ലേ? തിങ്കളാഴ്ച എല്ലാ ദിവസവും 11-11:30 ഷുഗർ കട്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഷുഗർ കട്ടാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ പിന്നെ ജിം സർട്ടിഫിക്കറ്റ് മിസ് കാലിക്കറ്റ് ഒക്കെ ഉണ്ട്. മിസ് കാലിക്കറ്റിനൊപ്പം ഇന്ന് ഷുഗർ കട്ടാണ്, ഇന്ന് ബേക്കറി ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് നമ്മൾ പ്രതിജ്ഞ എടുത്തിട്ട് വന്ന ഉടനെ ബേക്കറിയാണ്. എനിക്ക് ഈ ഒരു പ്ലേസ് ആണ് ഇവിടെ ഏറ്റവും ഭയങ്കര ഇഷ്ടമായത്. ടർഫിൻ്റെ മുമ്പിൽ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ടർഫിലൊക്കെ ഞാനിങ്ങനെ പോകുന്നതും കാണുന്നതൊക്കെ ഞാൻ ബി എഡിന് പഠിക്കുമ്പോൾ അടുത്തെന്തോ ഒരു സ്പോർട്സിനാണ് നമ്മളിങ്ങനെ പോകുന്നത്. അല്ലെങ്കിൽ എനിക്ക് പണ്ട് മുതലേ ഇതിനോടൊന്നും താല്പര്യമില്ലാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ എൻ്റെ ചുറ്റിലുള്ള ആൾക്കാർ എൻ്റെ ഏജല്ല, എല്ലാം വലിയ ഏട്ടന്മാരോ അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ എനിക്കത് കളിക്കാൻ ഞങ്ങൾക്ക് ആരും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മൾ പെൺകുട്ടികൾ കളിക്കുന്ന എന്തെങ്കിലും അമ്മയമ്മക്കളും അങ്ങനെയൊക്കെ കളിക്കാറുള്ളൂ. അപ്പം ഈ സ്പോർട്സുമായിട്ടുള്ള കാര്യങ്ങൾ ഓടി കളിക്കുക അതൊന്നും എനിക്ക് വലിയ പിടുത്തമില്ലായിരുന്നു. പിന്നെ ഇതൊക്കെ അറിഞ്ഞു തുടങ്ങിയത് സ്കൂളിൽ കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ സ്പോർട്സിൻ്റെ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഫോളോ ചെയ്യാറേ ഇല്ല. പേജാണെങ്കിലും എനിക്ക് നല്ല കുറ്റബോധമുണ്ട് കേട്ടോ. എനിക്കതിനെ പറ്റി അറിവ് കുറവാണെന്നുള്ള കാര്യത്തിൽ നല്ല കുറ്റബോധമുണ്ട്. പക്ഷേ ആകെ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പാണ്, ക്രിക്കറ്റാണ്. അത് ഞാൻ കാണും. പിന്നെ ഫുട്ബോൾ കാണും, അതൊക്കെ കാണാറുള്ളൂ. അല്ലാതെ ഞാൻ അങ്ങനെ ഫോളോ അപ്പ് ചെയ്യാറില്ല. പക്ഷേ ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോൾ എന്തെങ്കിലും ടെറഫിലൊക്കെ എന്തെങ്കിലും ക്രിക്കറ്റോ അങ്ങനത്തെ എന്തെങ്കിലും കാണുമ്പോൾ ഫുട്ബോളൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും കുറച്ചുകൂടെ ഇതിനെപ്പറ്റിയൊക്കെ അറിവുണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരിക്കുമല്ലോ അങ്ങനെ തോന്നും. ആളെൻ്റെ സ്റ്റുഡൻ്റാണ്, പക്ഷേ ആളൊരു പുലിയാണെന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത്. ആളൊരു ജിം ട്രെയിനറാണ്. ജിം ട്രെയിൻ ചെയ്യാനുള്ള എല്ലാ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കയ്യിലുണ്ട്. പക്ഷേ 18 വയസ്സായിട്ടില്ല, കുട്ടി വലുതായിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോ ജിമ്മിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആള് മിസ് കാലിക്കറ്റിലടാ എന്തായിരുന്നു മിസ് കാലിക്കറ്റിന് കഴിഞ്ഞ കൊല്ലം 2024 പ്രൈസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര പാഷനേറ്റഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാനിങ്ങനെ കുറേ ജിമ്മിനെ പറ്റി കുറേ കാര്യം ചോദിച്ചു. ഞാൻ ആകെ 3 ആഴ്ച എങ്ങാണ്ടായിട്ടുള്ളൂ. ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. മോട്ടിവേഷൻ ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ ഡിസിപ്ലിൻ ഉണ്ടാവും. ജിം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു തെറാപ്പി പോലെയൊക്കെ ആൾക്കാർ കാണും. എന്ന് വെച്ചാൽ നമ്മള് ഫിറ്റ്നസ് സ്വന്തം ബോഡിക്ക് വേണ്ടിയിട്ട് മാത്രമല്ലാണ്ട് എൻ്റെ മെൻ്റലായിട്ട് നമ്മൾ ജിമ്മിനെ കൺസിഡർ ചെയ്യാനുണ്ട്. ഞാനിപ്പം 1 hour ആണ് വർക്കൗട്ട് ചെയ്ത്. 1 hour മതിയോ? അപ്പം എനിക്കിപ്പോൾ അങ്ങനെ തടിക്ക് വലിയ മെലിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആയാൽ മതി. അപ്പം ഞാൻ ഈ 1 hour വർക്കൗട്ട് എനിക്ക് മതിയാവും. 1 hour വർക്കൗട്ട് ഇപ്പോൾ
നമ്മൾ തിരക്കുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ എല്ലാപ്പോഴും നമുക്ക് സിറ്റുവേഷൻ ഓക്കെ ആവണമെന്നില്ല. സോ തിരക്കുള്ള സിറ്റുവേഷൻസ് ഒക്കെ 1 hour 2 hour ഓക്കെ ആണ്. ബട്ട് ലീവുള്ള ടൈമിൽ നമുക്ക് പുഷ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമിലൊക്കെ നമുക്ക് 3 hours 4 hours ജിമ്മിൽ ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഒരു അടിപൊളിയാണ്. ഇതിന്റെ കോമഡി എന്താ അറിയോ, ഞാൻ ജിമ്മിന് പോയിട്ട് എന്നോട് പറഞ്ഞു 3-4 മുട്ട കഴിക്കണല്ലോ നമുക്ക്. അപ്പൊ ഞാൻ ആവേശത്തില് 4 മുട്ട ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന്. അപ്പൊ അമ്മയോട് അപ്പേ പറഞ്ഞു ഫസ്റ്റ് തന്നെ കുത്തിക്കയറ്റണ്ട ഒക്കെ പറഞ്ഞിട്ട് ഞാൻ അടിച്ച് കയറ്റി 4ാമത്തെ മുട്ട എനിക്ക് ഇറക്കാൻ പറ്റുന്നില്ല. അന്ന് എനിക്ക് മനസ്സിലായി മുട്ട ഇൻടേക്ക് മെല്ലെ മെല്ലെ എടുക്കാൻ പാടില്ല. മുട്ടിന്റെ യോക്ക് കഴിക്കൂല അധികം ആൾക്കാർ, ബിക്കോസ് ഹോർമോൺ ചേഞ്ച് ഒക്കെ വുമൻസിൽ അധികം ഉണ്ടാവുന്നിട്ട് കുറെ ആൾക്കാർ അങ്ങനെ പറയുന്നത്. ബട്ട് യോക്കും നല്ലതാണ്. പക്ഷേ മുട്ടേന്റെ വൈറ്റിലാണ് കൂടുതൽ ഗ്രാം ഓഫ് പ്രോട്ടീൻ ഇൻക്ലൂഡ് ആണ്. മുട്ട തന്നെ കഴിച്ചിട്ട് ബോഡി നല്ല രീതിക്ക് ബിൽഡ് ചെയ്യുന്ന കുറെ ബോഡി ബിൽഡേഴ്സ് ഉണ്ട്. വിശപ്പിന്റെ വിളി വന്നു. അപ്പൊ ഞാൻ എന്റെ പിള്ളേരും ഫുഡ് കഴിക്കാൻ പോവാണ്. പൈസ കിട്ടുമെന്ന് അറിയില്ലല്ലേ, പക്ഷെ എന്നാലും ഫുഡ് കഴിക്കാൻ പോവും. എങ്ങനെയാണ് നിങ്ങള് ഫുഡ് അടിച്ചിട്ട് വരും. സ്പോർട്സ് മീറ്റിന് പോയിട്ട് ക്ഷീണിച്ചു വന്ന് ഞങ്ങൾക്ക് സദ്യയാണ്. വിഭവ സമൃദ്ധമായ സദ്യ, എല്ലാ വിഭവങ്ങളുള്ള സദ്യയാണ്. പക്ഷെ ഇത് ആര് സദ്യ എന്ന് വിചാരിക്കുന്നത്, സബ് ജില്ലാ കമ്മിറ്റിനൊന്നും അല്ല, ഞങ്ങളുടെ സ്കൂളിലെ പുതിയ വന്ന ടീച്ചേഴ്സിൻ്റെ ചിലവാണ്. ആചാരങ്ങൾ ഞങ്ങൾക്ക് സ്കൂളിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. സദ്യ ആണെങ്കിലും നമ്മുടെ കോഴിക്കോട്ടുകാർക്ക് കണ്ടില്ലാതെ ഇല്ല. സംഭവം എനിക്ക് അപ്പൻഡിക്സ് ആയിരുന്നു, ചിക്കൻ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ ഞങ്ങളുടെ തോന്നില്ല. ഇപ്പം സമയം വൈകുന്നേരം 4:30 ആവാറായി. ഞങ്ങളെ ഐറ്റം ഇതുവരെ തുടങ്ങിയിട്ടില്ല. മക്കളെല്ലാവരും ക്ഷീണിച്ച് കിടക്കുകയാണ്. ചോറ് കഴിക്കുന്ന എടുത്തില്ല. ഒരു പൊതിച്ചോറിലാണ് എൻ്റെ മക്കൾ ഇത്രയും നേരം ഭക്ഷണം വിശപ്പൊതുക്കിയത്. പക്ഷെ അവര് പ്രൈസ് വാങ്ങും അല്ലേ, അവര് അടിപൊളിയായി കളിക്കും. സമയം ഇപ്പോൾ 5 മണി. ഞങ്ങളുടെ കുട്ടികൾ ഇതുവരെ കളത്തിലിറങ്ങിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഇറങ്ങും അല്ലേ, ഇറങ്ങൂലേ? ഞങ്ങൾ പ്രൈസ് തേർഡ് വാങ്ങിക്കും. അത് മതി അല്ലേ, പങ്കെടുക്കുക എന്നുള്ളതല്ലേ. പാർട്ടിസിപ്പേഷൻ ഇസ് ദ ബെസ്റ്റ് തിങ്. നമ്മളത് പങ്കെടുക്കും. നമ്മൾ ഇത്രയും നേരമായിട്ട് അവർ ഫുഡ് അങ്ങനെ കഴിച്ചിട്ടില്ല എങ്കിലും പക്ഷേ ആ എനർജിയോടാണ് അവർ കളിക്കാൻ പോകുന്നത്. എൻ്റെ കുട്ടിക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പിള്ളേരുടെ കോമ്പറ്റീഷൻ 5 മണിയായിട്ടും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവരോട് ടാറ്റ ബേബി പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ബസ്സിൽ വരുമ്പോൾ പരിചയപ്പെട്ടതാണ്. പരിപാടിയും കഴിഞ്ഞ് സ്പോർട്സും കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അമ്മ ചിരിച്ചേ എടാ, ഇത്രയും ഭംഗിയുള്ള ചിരി കണ്ട് ഞങ്ങൾ പരിചയപ്പെട്ടതാണ് അല്ലേ. അവൾ അനിക്കടാണ് ഞാൻ ഇറങ്ങും. പക്ഷെ എനിക്ക് ചിരി കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. എന്തായാലും സ്പോർട്സ് മീറ്റ് വിചാരിച്ച പോലെ അത്ര ടഫായിരുന്നില്ല. ബാക്കി വിശേഷങ്ങൾ അടുത്ത വ്ളോഗിൽ.